അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ കുറേ അധികം പേര് ആഘോഷിക്കുന്നുണ്ട്. ഇതാ കത്തോലിക്ക സഭ ഒടുവിൽ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇവിടെ സഭ എന്താ കാര്യം നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേക്കാം. 2025 നവംബർ മാസം 4-ാം തീയതി വിശ്വാസ തിരുസംഘം ഒരു രേഖ, ഒരു മാർഗരേഖ പുറത്തിറക്കി. അതിൻ്റെ പേര് മാത്തർ പോപ്പുലി ഫിദലിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ്, വിശ്വാസികളുടെ അമ്മ. ഇതാണ് ആ രേഖയുടെ പേര്. ഒരു ഡോക്യുമെന്റ്, ഒരു പ്രബോധനം, ഒരു 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 എന്താണ് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടീച്ചിങ് വിശ്വാസ തിരുസംഘം പുറത്തിറക്കി. എന്താണ് അതിൻ്റെ പേര്? വിശ്വാസികളുടെ അമ്മ. വിശ്വാസികളുടെ അമ്മ. അതിനകത്ത് ആ പ്രബോധനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രബോധനത്തിൽ അത് പറഞ്ഞു വന്നപ്പോ സഭ പറഞ്ഞു, 2 പ്രയോഗങ്ങൾ മാതാവിന് ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാവും, അതുകൊണ്ട് അതിനി ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടത്, പലരും പറഞ്ഞ എന്താണ്, സഭ തെറ്റ് തിരുത്തി. എനിക്ക് അതിനോടുള്ള എൻ്റെ പ്രതികരണം, തെറ്റ് നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ തിരുത്തിയായിരുന്നെങ്കിൽ ആ പറഞ്ഞ ശരിയാണ്. എന്ത് തെറ്റ് തിരുത്തിയതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ലേഖനം വായിക്കുകയാണ്, ഒടുവിൽ ഇതാ കത്തോലിക്ക സഭ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്താണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ അത് ശരിയാകണമെങ്കിൽ സഭ നേരത്തെ ഒരു തെറ്റ് പഠിപ്പിച്ചിട്ട് ഇപ്പൊ പറയാണ്, ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്, അത് തെറ്റായിരുന്നു, തിരുത്തിക്കോണം. അങ്ങനെയാണെങ്കിൽ എന്താവും? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ന്യൂസൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാം അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ കേൾക്കുന്നതോ അവരുടെ വായ്പ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അവർ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഇത് വായിച്ചു നോക്കാതെ, ഇത് കണ്ടിട്ട് പോലും ഇല്ലാതെ, ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാതെ അറ്റമുറിയും കേട്ടവര് ഇത് കേട്ടിട്ട് ഇതിനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് വിശ്വാസികൾക്ക് എന്തുണ്ടായി? ആശയക്കുഴപ്പമുണ്ടായി. ചില ആളുകൾ ഇപ്പൊ ചോദിക്കാണ്, അപ്പൊ ഇനി കൊന്ത ചൊല്ലാവോ? അയ്യോ ഇനി നന്മ നിറഞ്ഞ പറയും ചൊല്ലാവോ? ഇനി മാതാവിന്റെ സ്റ്റാച്ചു എല്ലാം വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ എന്നൊക്കെ ചോദിച്ച ഭക്തരായ ശുദ്ധാത്മാക്കൾ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് ഒലഞ്ഞു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സഭയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല, പരിശുദ്ധാത്മാവാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? സഭയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല, അവിടെ ഇരുന്ന് എഴുതുന്ന ആളുകളല്ല. ആരാണ്? അതുകൊണ്ട് സഭ പ്രബോധനമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒന്നും തെറ്റില്ല, തിരുത്തേണ്ട വരുത്തുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാ പറഞ്ഞതെന്ന്. ഒന്നാമത്തേത് അപ്പോ മലയാളം അറിയാവുന്ന ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു, സഹരക്ഷക എന്ന് പറയരുത്, സഹരക്ഷിക എന്ന് പറയണമെന്ന്. ഗ്രാമർ അത് അത് ഭാഷ അറിയാവുന്നവർ പറഞ്ഞാണ്. അതുകൊണ്ട് അത് നമ്മളിതൊന്നും പഠിച്ചിട്ടുള്ളവരല്ല, പഠിച്ചിട്ടുള്ളവർ പറഞ്ഞുകൊണ്ട് അത് സത്യമായിട്ട് എടുക്കുക. എന്താണ് അത് ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അത് ഓർത്തില്ലേലും കുഴപ്പമില്ല. ആ ടൈറ്റിൽ നമ്മൾ ഇനി സഭയിൽ ഉപയോഗിക്കുന്നില്ല. എന്ത്? സഹരക്ഷിക, കോ റിഡംട്രിക്സ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കാൻ പാടില്ല. 1. 2, കൃപാവരങ്ങളുടെ മാതാവ്, മദർ ഓഫ് ഗ്രേസസ്. മനസ്സിലാവുന്നുണ്ടോ? മീഡിയാട്രിക്സ് ഓഫ് ഗ്രേസസ്, കൃപകളുടെ മധ്യസ്ഥ എന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് രണ്ടും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ചോദ്യം, ഇതാരാ ഉപയോഗിച്ചിരുന്നേ? സഭ ഔദ്യോഗികമായി ഈ ടൈറ്റിലുകൾ ഉപയോഗിക്കണമെന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. സഭയുടെ പ്രബോധനമല്ല ഉപയോഗിക്കണമെന്ന്. നേരത്തെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ട് ഇപ്പൊ പറയല്ല ഇനി ഉപയോഗിക്കരുതെന്ന്. അങ്ങനല്ല, ഇത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് ഇപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം? ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമായിട്ട് സഭയിൽ ഒരുപാട് മരിയൻ മൂവ്മെന്റുകൾ വന്നിട്ടുണ്ട്.
മാതാവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആത്മീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ അതിൽ കുറെ അധികം പ്രബോധനങ്ങൾ തെറ്റാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ചില മരിയൻ പ്രബോധനങ്ങൾ തെറ്റാണ്. ചില ആളുകൾ ഇങ്ങനെ പഠിപ്പിച്ചു, മാതാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പോലെ ഒരു ദൈവമാണ് എന്ന് പഠിപ്പിച്ച പ്രബോധനം ചില ആളുകൾ പഠിപ്പിച്ചു. അത് സഭ വിലക്കി. അങ്ങനെ ഇല്ല. മാതാവ് ദൈവമാണോ? മാതാവ് ഒരു മനുഷ്യ സൃഷ്ടി മാത്രമാണ്. പക്ഷെ ആ സൃഷ്ടിയെ ദൈവം ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തി. മാതാവ് സ്രഷ്ടാവല്ല, സൃഷ്ടി മാത്രമാണ്. അപ്പൊ അതൊരു അബദ്ധ പ്രബോധനമായിരുന്നു. തൃത്വം കഴിഞ്ഞാൽ ഇനി ചിലർ പറഞ്ഞു തൃത്വത്തിലെ ഒരാളാണ് ആര്? പരിശുദ്ധമ്മ. അങ്ങനെയും പറഞ്ഞു. പരിശുദ്ധാത്മാവ് മനുഷ്യനായിട്ട് മാറിയതാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി നിങ്ങൾ കേട്ടിട്ടൊന്നും, നിങ്ങൾ വായും പൊളിച്ചിരിക്കും ഇങ്ങനെ കൊണ്ടുവന്നു. ഇങ്ങനൊക്കെ ഓരോ കാലത്ത് ഓരോരുത്തര് ചില മരിയൻ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ ചില അബദ്ധ പ്രബോധനങ്ങളുമായിട്ട് വന്നു. കേട്ടല്ലോ? ഒന്നത്. രണ്ട്, വേറെ ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കേരളത്തിലും പലയിടങ്ങളിൽ ചിലരൊക്കെ പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് പരിശുദ്ധ അമ്മ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതും തെറ്റാണ്. ജ്ഞാനം പെർസോണിഫൈഡ് ആണ് പരിശുദ്ധ അമ്മ. ഈ ജ്ഞാനം സൃഷ്ടിയിൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജ്ഞാനമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നൊക്കെ ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, പ്രഭാഷകനിലും അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളിലും പറയുന്ന ജ്ഞാനം, സ്ത്രീയോട് ഉപമിക്കുന്ന ജ്ഞാനത്തെ പരിശുദ്ധ അമ്മയായിട്ട് കണ്ടിട്ട് പ്രബോധിപ്പിച്ച ഒരു പ്രബോധനമുണ്ട്. അതും തെറ്റാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകള്, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒപ്പുശേഖരണം നടത്തി വത്തിക്കാനില് ഒരു അപേക്ഷ സമർപ്പിച്ചു. മാതാവിനെ സഹരക്ഷികയായി ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണം. ഈശോയുടെ രക്ഷയിൽ മുഴുവൻ സമയം സഹകരിച്ച് കൂടെ നിന്ന അമ്മ രക്ഷയിൽ സഹകരിച്ച ഒരാളാണ്. അതുകൊണ്ട് ഈ ടൈറ്റിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞ് സഭയിൽ കൊടുത്ത ഒരു അപേക്ഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ അപേക്ഷയിന്മേൽ കാലാകാലങ്ങളായിട്ട് സഭ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ മാതാവിന് കൊടുത്താൽ അത് തെറ്റിദ്ധാരണാജനകമാകും. എന്താ? ഈശോ നമ്മെ രക്ഷിച്ചതിന് തുല്യമായ അർത്ഥത്തിൽ മാതാവും രക്ഷയിൽ പങ്കാളിയാണ് എന്ന ധ്വനി വന്നാൽ യേശുവിന്റെ രക്ഷയുടെ അനന്യതയെ അത് കുറച്ചു കാണിക്കും. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയറായോ? വല്ല തെറ്റുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പ്രബോധനത്തിന് അവകാശമുള്ള അമ്മ തിരുസഭ തൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ, ആ ടൈറ്റില് നിങ്ങൾ ഒരുപാട് പേര് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ഈശോയുടെ ഏക രക്ഷയുടെ മധ്യസ്ഥൻ എന്ന സ്ഥാനത്തെ സംശയ സൃഷ്ടിയോടെ കാണാൻ ഈ മാതാവും യേശുവും കൂടെ ചേർന്നാണ് ലോകം രക്ഷിച്ചത് എന്ന ധ്വനി വരും. അത് യേശുവിൻ്റെ രക്ഷയുടെ യുണീക്ക്നെസ്സിനെ, രക്ഷകൻ എന്ന യേശുവിൻ്റെ അനന്യതയെ ചോദ്യം ചെയ്യാൻ ചില ആളുകളെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായി ഈ ടൈറ്റിൽ വേണ്ട. ക്ലിയറായോ? രണ്ട്, കൃപാവരങ്ങളുടെ മധ്യസ്ഥ. ചില ആളുകൾ പറയുന്നത് കേട്ടു, ഇനി മാതാവിനെ മധ്യസ്ഥ എന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. കൃപകളുടെ മധ്യസ്ഥ, മീഡിയാട്രിക്സ് ഓഫ് ഗ്രേസസ്. കൃപയല്ല, കൃപയും സത്യവും ആരിലൂടെ ഉണ്ടായി? കൃപ നമുക്ക് നേടിത്തന്നത് യേശുവാണ്. മറിയം വിശുദ്ധരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃപയുടെ വിതരണക്കാരിയാണ്. രണ്ടും രണ്ടല്ലേ? നമുക്ക് റേഷൻ കടയിൽ അരി തന്നത് ഭക്ഷ്യ വിഭവ വകുപ്പ്, അത് വിതരണം ചെയ്തത് റേഷൻ കടക്കാര്. രണ്ടും രണ്ടല്ലേ? ഒരാള് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഒരാള് തന്ന ആളാണ്. വ്യത്യാസമല്ലേ? അപ്പൊ അതുകൊണ്ട് കൃപകളുടെ മധ്യസ്ഥ എന്ന് പറയുമ്പോ നമുക്ക് കൃപ നേടിത്തന്നത് പരിശുദ്ധ അമ്മയാണ്. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് കൃപ നേടിത്തന്ന യേശുവിന്റെ സ്ഥാനത്തെ അത് ചോദ്യം ചെയ്യാൻ ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കണ്ട. ക്ലിയറായോ? അല്ലാതെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കണ്ട പോലെ മധ്യസ്ഥാൻ ഇനി പറയാൻ പാടില്ല, അങ്ങനെ സഭ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല.
നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, നമ്മളെ രക്ഷിച്ചത് യേശുവാണ്. അതിനകത്ത് വേറെ ആർക്കും ഒരു റോളുമില്ല. രക്ഷയിൽ സഹകരിച്ചവരുണ്ട്, പക്ഷെ രക്ഷയുടെ സമ്പൂർണ്ണ അവകാശം ആർക്കാണ്? യേശുവിനാണ്. പക്ഷെ ഈ രക്ഷ നമുക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഏജൻസിയാണ് ആര്? പരിശുദ്ധ അമ്മ. ഈ രക്ഷ നമുക്ക്, ഈ കൃപ നമുക്ക് വാങ്ങിത്തരുന്ന, നിങ്ങൾക്ക് മനസ്സിലായി? രണ്ട് വ്യത്യാസം മനസ്സിലായോ? അതുകൊണ്ട് ഈ ടൈറ്റിലുകൾ ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ പരിശുദ്ധ അമ്മയോട് ഇനി മേലാൽ നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കരുത് എന്ന് സഭ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്ലിയർ ആക്കിയിരിക്കുക. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചത് അവസാനിപ്പിച്ചോളുക. കത്തോലിക്ക തിരുസഭ ഒരിക്കൽ തെറ്റുപഠിപ്പിച്ചിട്ട് ഇപ്പൊ അത് തിരുത്തിയതല്ല. ചിലയിടങ്ങളിൽ തെറ്റായ പ്രയോഗങ്ങൾ കണ്ടപ്പോ അത് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. ക്ലിയർ ആയോ? ഹലോ. അതായത് കത്തോലിക്ക തിരുസഭ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴും ഉണ്ടാകാത്ത ഒരു മാധ്യമ ശ്രദ്ധ എന്തുകൊണ്ട് ഇതിനുണ്ടായെന്ന് ചോദിച്ചാൽ, സാത്താൻ അറിയാം ഒരു കലക്കം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത്. കത്തോലിക്ക തിരുസഭ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു, കേരളത്തിലെ ഒറ്റ മീഡിയ അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. എന്താ റിപ്പോർട്ട് ചെയ്യാഞ്ഞേ? പിശാചിന് നല്ലപോലെ അറിയാം. എന്തറിയാം? കലക്കാൻ പറ്റിയ സാധനമാണ് ഇത്. ഇപ്പൊ ക്ലിയർ ആയോ എത്രയും പേർക്ക്? ഹലോ, ക്ലിയർ ആയോ? അപ്പോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കണം. മധ്യസ്ഥ അപേക്ഷിക്കാവോ? അപേക്ഷിക്കണം. മനസ്സിലായോ? പക്ഷേ നമുക്ക് രക്ഷ നേടിത്തുന്ന ഏക മധ്യസ്ഥൻ ആരാണ്? യേശുവാണ്. നമുക്ക് രക്ഷ നേടിത്തുന്നത് പരിശുദ്ധ അമ്മയാണോ? അല്ല. മനസ്സിലായോ? പരിശുദ്ധ അമ്മ സഹരക്ഷിക ആണോ? അല്ല. ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ധാരണകളും ബോധ്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എപ്പോഴും ഓർത്തിരിക്കണം, സഭ പറഞ്ഞു തരുന്നതാണ് നമുക്ക് അന്തിമമായ മാനദണ്ഡം. അതുകൊണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഉപയോഗിക്കരുത്. ചില പ്രാർത്ഥനകളൊക്കെ ചിലർ ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ. എന്താ ഉദാഹരണത്തിന് എന്താണ്? സകല ജനമതങ്ങളുടെയും അല്ലേ? അപ്പൊ അതിനകത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു തെറ്റ് പഠിപ്പിച്ചിട്ട് ഇപ്പൊ അത് തിരുത്തുകയല്ല. തെറ്റ് പലയിടങ്ങളിൽ കണ്ടപ്പോ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉപയോഗിച്ചാൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്ന് സഭ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആയോ? യെസ്, യെസ്.